ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് കായലിൻ്റെ സൈഡിലായിരുന്ന കുട്ടപ്പായികളാണ് ഈ കാണുന്നത്. ഈ 5 പേരും അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് പറ്റി പിടിച്ച് 3 പേരെ തീട്ടി, 2 പേര് അപ്പുറത്തെ സൈഡിലായിട്ടിരുന്നു. ഇവർക്ക് കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 5 പേർക്കും ജീവനുണ്ട് കേട്ടോ, ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ ഇവിടെ നത്തങ്ങ എന്നാണ് പറയുന്നത്. പൊരിക്കാൻ വേണ്ടി എടുക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇവനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എൻ്റെ ചെറുപ്പത്തിൽ പപ്പ മീൻ പിടിക്കാൻ പോകുമ്പോൾ ആറ്റിൽ നിന്ന് ഇവന്മാരെ കൊണ്ടുവരാറുണ്ടായിരുന്നു. 1-2 കിട്ടത്തുള്ളൂ. ആ സമയത്ത് പിന്നെ താഴത്തെ തോട്ടിലെടുത്ത് കളയും. അവിടെ കിടന്ന് പെറ്റ് വരുന്നതും കണ്ടിട്ടുണ്ട്. ഇവർ മുട്ടയിടാറാണ് ചെയ്യാറുള്ളത്. മുട്ടയിടുന്ന സമയത്ത് ഇതുപോലത്തെ അല്ല, നമ്മൾ ഫിഷ് ടാങ്കിലാണ് ഇടുന്നതെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഈ കരയിൽ ഇവിടെ വന്ന് ഈ ഭാഗത്ത് കയറി മുട്ടയിട്ടിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോവും. മുട്ട വിരിയുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ നേരെ വെള്ളത്തിലങ്ങ് തുരരാ വീഴും. ഇതാണ് ഇവരുടെ പ്രോസസ്സും കാര്യങ്ങളും. അപ്പോൾ ഈ കളറല്ലാതെ ഒരു യെല്ലോ കളറിൽ ഇവന്മാർ കാണാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. വേറെയും കളറിലും കാര്യങ്ങളും കാണും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടെ ഇവന്മാരെ പറ്റി. പക്ഷേ എനിക്കറിയാവുന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇവരുടെ പ്രധാനമായ ആഹാരങ്ങളും ചെറു മത്സ്യങ്ങളും ചെളി, അതിലെ ചെറിയ ചെറിയ പ്രാണികൾ, ഇതൊക്കെയാണ് പ്രധാന ആഹാരം. പിന്നെ നമ്മൾ വളർത്തുമ്പോൾ ഫിഷ് ഫുഡ് കൊടുത്തിട്ടാണ് ഇവരെ വളർത്തിയെടുക്കാറുള്ളത്. ഇവരെ പ്രധാനമായും വേട്ടയാടുന്നത് കൊക്കുകളാണ്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൊക്കുകൾ. അവരുടെ പ്രധാന ആഹാരമാണ് മീനുകളെപ്പോലെ തന്നെ ഈ നത്തങ്ങയും. തോരൻ വയ്ക്കാനും ഫ്രൈ ചെയ്യാനുമാണ് നമ്മൾ ഈ നത്തങ്ങേനെ ഉപയോഗിക്കാറുള്ളത്. ഈ നത്തങ്ങയ്ക്ക് ഫാറ്റ് വളരെ കുറവാണ്, ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ്. മൊളസ്ക വർഗത്തിൽപ്പെട്ട ഇരുപാളികളോട് കൂടിയ കട്ടിയേറിയ പുറന്തോടുള്ളതും ഇഴഞ്ഞു നീങ്ങുന്നതുമായ ഒരു കൂട്ടം ജലജീവികൾ. പൊതുവെ അറിയപ്പെടുന്ന പേരാണ് കക്ക അഥവാ നത്ത. നമ്മുടെ നാട്ടിൽ അതിനെ നത്തയ്ക്ക എന്നാണ് പറയുന്നത്. നത്തയ്ക്ക വർഗത്തിൽ എല്ലാം തന്നെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളതല്ല. അതിൽ ഏതാനും ചിലത് മാത്രമേ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളൂ. കൂട്ടത്തിലെ ഏറ്റവും വലുതായി ഇവനാണ്, ഏറ്റവും ചെറുതായി ഇതാണ് നമ്മുടെ പൊടിയാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവന്മാരെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.